ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക് 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സുഹൃത്തുക്കൾ, വ്യവസായികളായ 2 പേർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2019 അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കുകയും ഭക്തരെ കൂട്ടി പൂജകളും നടത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി 40 ദിവസത്തിന് ശേഷമാണ് തിരികെ സ്ഥാപിച്ചത്. ശബരിമലയിൽ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയോ എന്ന കാര്യത്തിലും വിശദാന്വേഷണം നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളായ 2 വ്യവസായികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനിടെ ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് 24 ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശാനാണ് ഉത്തരവ്. 1999 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.